ഈ ദാരുണമായ സംഭവത്തിൽ ശ്രീ ജോയിയുടെ കുടുംബത്തോട് അങ്ങേയറ്റം വേദനാജനകമായ ഈ അപകടത്തിൽ മരണപ്പെട്ട ജോയിയുടെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഞാൻ കാര്യങ്ങൾ വിശദീകരിക്കാം. വസ്തുതാപരമായി നിങ്ങൾ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം ശരിയാണ്. ഈ ആമേഴഞ്ചാം തോട് എന്ന് പറയുന്നത് നഗരത്തിൽ 6.7 കിലോമീറ്ററാണ് നഗരസഭയുടെ ഭാഗമായി വരുന്നത്. അതിൽ 117 മീറ്റർ ഭാഗം റെയിൽവേയുടെ അണ്ടറിലൂടെ കടന്നു പോകുന്ന ഭാഗമാണ്. സ്വാഭാവികമായി ഈ സംഭവം നടന്നത് ആ ഭാഗത്താണ്. ഇപ്പോൾ ഇവിടെ താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ അതൊരു വിഷയം ആ ഭാഗം ചൂണ്ടിക്കാണിച്ച് ന്യായീകരിക്കുക എന്നുള്ളത് മാത്രമല്ല, മറിച്ച് മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് നഗരസഭയ്ക്ക് ഉത്തരവാദിത്തമുണ്ട്. അതിൽ നിന്നും ഞങ്ങൾ ഒഴിഞ്ഞു മാറുന്നില്ല. പക്ഷേ 2018 ശേഷം നാളിതുവരെ അവിടെ മാലിന്യം മാറ്റുന്നതിന് വേണ്ടി നഗരസഭ നൽകിയിട്ടുള്ള നിരവധി നോട്ടീസുകളുണ്ട്, നിരവധി യോഗങ്ങളുണ്ട്. അതിലൊന്നും ഉത്തരവാദിത്തപ്പെട്ട റെയിൽവേയുടെ ഒരാൾ പോലും പങ്കെടുത്തിട്ടില്ല. ഇപ്പോൾ തന്നെ കഴിഞ്ഞ ഏപ്രിൽ മാസം മുതൽ ഈ കഴിഞ്ഞ 7-ാം തീയതി വരെ നിരവധി നോട്ടീസുകൾ നൽകിയതിൻ്റെ ഭാഗമായാണ് തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ അല്ലെങ്കിൽ തിരുവനന്തപുരം റെയിൽവേ ഉന്നത അധികാരികൾ ഇത്തരത്തിൽ ഏതൊരു സുരക്ഷയുമില്ലാതെ 3 തൊഴിലാളികളെ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം 40-ലധികം ലോഡാണ് ഒരു ദിവസം ഈ തൊഴിലാളിയെ രക്ഷിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമായി മാറ്റിയത്. അത്തരം മാലിന്യ കൂമ്പാരം മാറ്റുന്നതിന് വേണ്ടി 3 തൊഴിലാളികളെ കേവലം ഒരു സുരക്ഷയുമില്ലാതെ ഇറക്കി വിട്ടത് റെയിൽവേയുടെ നേതൃത്വത്തിലാണ്. ഇത് പറയുമ്പോൾ നഗരസഭയുടെ ഉത്തരവാദിത്തത്തിലേക്ക് വരുന്നത് എന്താണ് നിങ്ങൾ പറയുന്നത്? നഗരസഭ റെയിൽവേയുടെ ഭാഗത്തേക്ക് കടന്നു വരുന്ന മാമേഴഞ്ചൻ തോടിൻ്റെ അവിടെ മെഷ് കൃത്യമായി വെച്ച് വെളിയിൽ നിന്ന് വരുന്ന മുഴുവൻ മാലിന്യവും നീക്കം ചെയ്യുന്നുണ്ട്. മറിച്ച് ഈ വരുന്ന മാലിന്യം ഈ പറയുന്ന റെയിൽവേയുമായി ബന്ധപ്പെട്ട യാത്രക്കാരുടെയും അവിടെ സൃഷ്ടിക്കപ്പെടുന്ന മാലിന്യവുമാണ് ഈ തോട്ടിലേക്ക് ഒഴുക്കി വിടുന്നതെന്ന് ഏതൊരാൾക്കും അവിടെ ചെന്നാൽ കാണാൻ സാധിക്കും. അത്തരത്തിൽ കുന്നുകൂടിയിട്ടുള്ള മാലിന്യം മാറ്റുന്നതിന് വേണ്ടി നിരവധി പ്രാവശ്യമാണ് നഗരസഭ റെയിൽവേക്ക് നോട്ടീസ് നൽകിയിട്ടുള്ളത്. ഒരു ഉത്തരവാദിത്വവുമില്ലാതെ റെയിൽവേയുടെ അറിയാമല്ലോ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അധീനതയിലുള്ള ഒരു സ്ഥാപനത്തിലേക്ക് അനുവാദമില്ലാതെ കടന്നു ചെല്ലുവാൻ സാധിക്കില്ല. 2018 തന്നെ ശ്രീ വി കെ പ്രശാന്ത് മേയറായിരിക്കുമ്പോൾ റെയിൽവേയുടെ അനുവാദമില്ലാതെ കയറിയതിനെ സംബന്ധിച്ച് കേസ് കൊടുത്തവരാണ് റെയിൽവേ. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ നഗരസഭയ്ക്ക് അതിൽ പരിമിതികളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഈ ദാരുണമായ സംഭവത്തിന് ഉത്തരവാദി തീർത്തും ഇന്ത്യൻ റെയിൽവേയുടെ നെറുകെട്ട ഈ നിലപാട് റെയിൽവേയുടെ കരാർ ജോലിക്കിടെയായിരുന്നു അപകടം ഉണ്ടായതെന്ന വസ്തുത നമ്മൾ കാണുന്നു. ഞാൻ ചോദിക്കുന്നത് സ്റ്റാൻലി, ഇതിനകത്ത് റെയിൽവേ പറയുന്ന കാര്യം എന്താണ്? ഇത് റെയിൽവേ പറയുന്ന കഥ എന്താണ്? റെയിൽവേ പറയുന്നത് റെയിൽവേയുടെ പോർഷനിൽ മാലിന്യം സ്വയമേവ അടിഞ്ഞുകൂടുന്നതല്ല, മറിച്ച് കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നതാണ് അത് എന്നതാണ്. ഒരു തവണ പോലും മാലിന്യ നീക്കത്തിന് ഞങ്ങളെ സമീപിച്ചിട്ടില്ല, ഞങ്ങൾക്ക് കത്ത് തന്നിട്ടില്ല, തെറ്റായ കഥയാണ് അവർ പറയുന്നതാണ് അവരുടെ വാദം. ഇനി പോട്ടെ, അതിലെ തർക്കം മാറ്റി നിർത്തിയാൽ തന്നെ ഈ റെയിൽവേയുടെ ഈ പറയുന്ന ബോട്ടിൽനെക്ക് പോർഷനിൽ മാത്രമേ ആമയിഴഞ്ചാൻ തോടിൽ മാലിന്യമുള്ളോ? അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും നിങ്ങളുടെ അധീനതയിലുള്ള സ്ഥലത്ത് മാലിന്യത്തിന്റെ പ്രശ്നമില്ലേ? ബാക്കി എല്ലായിടത്തെയും മാലിന്യ പ്രശ്നം ആമയിഴഞ്ചാൻ തോടിൽ നിങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞതാണോ? ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. മാലിന്യം അപ്പുറം ഇപ്പുറം ഉണ്ടാകുന്ന മാലിന്യം കൃത്യമായി ഇടവേളകളിൽ മാറ്റുന്നതിനുള്ള സംവിധാനം നഗരസഭയുടെ ശുചീകരണ തൊഴിലാളികൾ ചെയ്യുന്നുണ്ട്. ആ ചെയ്യുന്ന ഭാഗമാണ് ഞാൻ ഈ പറഞ്ഞത്. റെയിൽവേയുടെ കോമ്പൗണ്ടിലേക്ക് കടക്കുന്ന ഭാഗത്ത് മെഷ് വെച്ച് പുറത്തുനിന്നുള്ള മാലിന്യം അടിഞ്ഞുകൂടുന്നതിനെ കൃത്യമായി മാറ്റുന്നതിനുള്ള സംവിധാനമുണ്ട്. ശുചീകരണ തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തി അത് ചെയ്യുന്നുണ്ട്. മറിച്ച് റെയിൽവേയുടെ ഈ 117 മീറ്റർ ഭാഗം ക്ലീൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം ആർക്കാ?